ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചുക്ക തയ്യാറാക്കാം. ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നതിനായി 350 ഗ്രാം അളവിലുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചിക്കൻ പീസുകളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി 1 ടേബിൾ സ്പൂൺ പുളി കുറവുള്ള തൈര്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നന്നായി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. ഇനി ചിക്കൻ ചുക്കയ്ക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള, 1 വലിയ തക്കാളി, 7-8 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇനി ഈ 2 സവാളയും വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും സവാള വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാളയെല്ലാം നല്ല ബ്രൗൺ നിറമായി വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ചീനിച്ചട്ടിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണ കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞെടുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂകിക്കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവും തോറും അതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചെടുക്കണം. ഇനി ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 1/4 ഭാഗം വരെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് ഗ്രേവിയെല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക് യു.